നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ തിരിച്ചടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം MV ഗോവിന്ദൻ ഒഴിയണമെന്നാവശ്യപ്പെട്ട് CPM-ലെ ഒരു വിഭാഗം. MV ഗോവിന്ദന്റെ ശൈലി അണികൾ അംഗീകരിക്കാത്തതാണ് തുടർച്ചയായുള്ള തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്നും വിലയിരുത്തുന്നു. 2021-ൽ 67 സീറ്റുകൾ നേടിയ CPM-ന് ഇത്തവണ 26 സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു. CPM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തെരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും CPM-ന് വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല. തളിപ്പറമ്പ്, പയ്യന്നൂർ, അമ്പലപ്പുഴ എന്നിവിടങ്ങളിൽ CPM-ൽ നിന്ന് പുറത്തുപോയവർ നേടിയ വിജയവും MV ഗോവിന്ദന് തിരിച്ചടിയായിരിക്കുകയാണ്. തളിപ്പറമ്പിൽ ഭാര്യ PK ശ്യാമളയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയപ്പോൾ തന്നെ CPM കണ്ണൂർ ജില്ലാ നേതൃത്വത്തിൽ ഗോവിന്ദനെതിരെ എതിർപ്പുകൾ ഉയർന്നിരുന്നു. TK ഗോവിന്ദൻ ഇക്കാര്യം പറഞ്ഞതാണ്. എന്നാൽ കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിൽ മത്സരിക്കേണ്ടവരുടെ ലിസ്റ്റ് അയച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചെന്നപ്പോൾ അവിടെ PK ശ്യാമള എന്ന ഒറ്റ പേരിലേക്ക് ഉയരാൻ കാരണം സംസ്ഥാന സെക്രട്ടറിയാണെന്നും വിമർശനം ഉയർന്നിരുന്നു. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ MV ഗോവിന്ദനും കൂടി ഉൾപ്പെട്ട തളിപ്പറമ്പിലെ യോഗത്തിൽ ഒരു വിഭാഗം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. PK ശ്യാമള തോറ്റതോടെ തോൽവിയുടെ ഉത്തരവാദിത്തം MV ഗോവിന്ദൻ ഏറ്റെടുക്കേണ്ടി വരും. പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് V കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ട കണക്കുകൾക്ക് വിശദീകരണം നൽകാൻ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദന് കഴിഞ്ഞില്ല. ആരോപണ വിധേയനായ TI മധുസൂദനനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു. CPM-ന്റെ മുൻ ഷൊർണൂർ MLA-യും UDF-ൽ ചേർന്ന് മത്സരിക്കുകയും ചെയ്ത PK ശശിയിൽ നിന്നും MV ഗോവിന്ദനെതിരെയാണ് രൂക്ഷമായ വിമർശനം ഉയർന്നത്. അമ്പലപ്പുഴയിൽ വിജയിച്ച G സുധാകരനും MV ഗോവിന്ദൻ തന്നെ പരിഹസിച്ചെന്ന് പറഞ്ഞാണ് CPM വിട്ടത്. CPM-ലെ മുതിർന്ന നേതാക്കളെ പരിഗണിക്കാതെയുള്ള MV ഗോവിന്ദന്റെ ശൈലിയോട് തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തോടെ പാർട്ടിക്കുള്ളിൽ നിന്ന് എതിർപ്പുകൾ കൂടി വരികയാണ്. പയ്യന്നൂരിലും ആലപ്പുഴയിലും പാലക്കാട്ടും ബ്രാഞ്ച് തലങ്ങളിലും ഏരിയ തലങ്ങളിൽ നിന്നും ഉയരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും MV ഗോവിന്ദന് സെക്രട്ടറി സ്ഥാനത്തിരുന്ന് സാധിച്ചിട്ടില്ല.